മറുപടി ബാറ്റിംഗിൽ ഏറ്റവും മികച്ച തുടക്കം കിട്ടിയ ദക്ഷിണാഫ്രിക്കൻ നിരയിലെ നിർണായക വിക്കറ്റും വീഴ്ത്തി ഹാർദിക് MVP എന്താണെന്ന് തെളിയിച്ചു. 17 പന്തിൽ 31 റൺസുമായി പ്രോട്ടിയ സ്കോർ അതിവേഗമുയർത്തിയ ഡവാൾ ബ്രവിസിനെ വാഷിംഗ്ടൺ സുന്ദറിനെ കൈകളിലെത്തിച്ചത് ഹാർദിക് പാണ്ഡ്യയായിരുന്നു. അങ്ങനെ ടെസ്റ്റിലെ തോൽവിക്ക് ഏകദിനത്തിലും 2020യിലും ഇന്ത്യ കണക്ക് ചോദിക്കുമ്പോൾ കളിയിലെ താരമായി ഹാർദിക് മാറി. മാത്രമല്ല 2020യിൽ 2000-ലേറെ റൺസും 100 വിക്കറ്റും സ്വന്തമാക്കിയ ഏക പേസ് ബോളർ എന്ന നേട്ടവും ഹാർദിക്കിന്റെ പേരിലായി. തീർന്നില്ല, ഒരു മത്സരത്തിൽ തന്നെ 50 റൺസും വിക്കറ്റും ഏറ്റവും അധികം തേടുന്ന താരമായും ഹാർദിക് മാറി. ഇത് 4ാം തവണയാണ് ഹാർദിക് ഒറ്റ മത്സരത്തിൽ 50യും വിക്കറ്റും സ്വന്തമാക്കുന്നത്. മറികടന്നത് 3 തവണ ഈ നേട്ടം കയ്യിലുണ്ടായിരുന്ന യുവരാജ് സിംഗിനെ. അഹമ്മദാബാദിലെ ഇന്നിംഗ്സിന് ശേഷം ഹാർദിക് പാണ്ഡ്യ തന്റെ അടികൊണ്ട ക്യാമറമാനെ നേരിട്ട് കണ്ടിരുന്നു. ഐസ് പാക്ക് നോക്കി അടിയേറ്റ പാട് കണ്ട ഹാർദിക് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ക്ഷമ ചോദിച്ചു. മത്സരശേഷം BCCI പങ്കുവച്ച വീഡിയോയിൽ ഹാർദിക് പറയുന്നുണ്ട്, ആ പന്ത് അദ്ദേഹത്തിന്റെ ദേഹത്ത് കൊണ്ടപ്പോൾ ഞാൻ പേടിച്ചു. അത്യാവശ്യം വെയിറ്റുള്ള ഷോട്ടായിരുന്നു അത്. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഷോൾഡറിന് പകരം കുറച്ച് മുകളിലേക്കാണ് ആ പന്ത് ചെന്ന് വീണതെങ്കിൽ വലിയ അപകടമുണ്ടായേനെ. കഴിഞ്ഞ 10 വർഷമായി ഞാനും അദ്ദേഹത്തെ പലപ്പോഴായി കാണുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ പരിക്കില്ലാതെ കാര്യങ്ങൾ സംഭവിച്ചതിൽ വലിയ ആശ്വാസം തോന്നുന്നു. പിന്നീട് ദക്ഷിണാഫ്രിക്ക ബാറ്റിങ്ങിനിറങ്ങിയപ്പോൾ ഹാർദിക്കിന്റെ ഫ്രെയിം ഒപ്പിയെടുക്കാനായി ഗ്രൗണ്ടിലേക്ക് ആദ്യം ഓടിയതും ആ ക്യാമറാമാൻ തന്നെയായിരുന്നു. ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഹാർദിക്കിനെ കുറിച്ചോ തിലകിനെ കുറിച്ചോ അല്ല, 430-ലേറെ റൺസ് കണ്ട ഈ ഒരു 2020 മത്സരത്തിൽ 7-ൽ താഴെ ഇക്കോണമിയുള്ള ഒരൊറ്റ ബോളറേ ഉള്ളൂ, ജസ്പ്രീത് ബുംറ. 4 ഓവർ 17 റൺസിന് 2 വിക്കറ്റ്, ഇക്കോണമി വെറും 4.2. ഗോട്ടിന്റെ മറ്റൊരു പെർഫോമൻസ്. ആകെ ഇക്കോണമി റേറ്റ് നോക്കുമ്പോൾ 2022 ശേഷം ജസ്പ്രീത് ബുംറയുടെ ഏറ്റവും മോശം വർഷമാണിതെന്ന് കൂടി ഓർക്കണം. പക്ഷേ നിർണായക മത്സരത്തിൽ അയാൾ ബെസ്റ്റ് നൽകും. ബുംറ ഫോമിലേക്ക് എത്തിയാൽ അത് വരാനിരിക്കുന്ന ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട പ്രതീക്ഷകൾക്ക് തന്നെയാണ് കരുത്തു നൽകുന്നത്.